ഹലോ, നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? കഴിക്കുന്നില്ല. അവൾ ബർഗർ നീലന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട, നീ കഴിച്ചോ. അവളുടെ അടുത്തായിരുന്നുകൊണ്ട് അവൻ പറഞ്ഞു. നീല, പിന്നെ എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അത്രയും നേരം പുഞ്ചിരി നിറഞ്ഞ അവളുടെ മുഖം ഗൗരവത്തിലായി. എന്തേ? അമ്മയ്ക്ക് നല്ല ടെൻഷനാണ് നീല. അതെന്നോട് പറഞ്ഞ എന്നെയും കൂടെ പേടിപ്പിക്കുക. എന്തു പറഞ്ഞ്? ആദ്യമ്മ പ്രഗ്നൻ്റ് ആയപ്പോഴേ ഈ സമയമാകുമ്പോഴത്തേക്ക് അത്യാവശ്യം വയറൊക്കെ വന്നിരുന്നു. പിന്നെ ഛർദിയും തലകറക്കവും ക്ഷീണവും വേറെ. പക്ഷെ എനിക്ക് ഒട്ടും വയറില്ല. ഗർഭിണിയായ എൻ്റെ ഒരു ക്ഷീണം പോലും ഇല്ല. ഒന്ന് വേറെ ഡോക്ടറെ കാണിക്കായിരുന്നു ഒന്ന്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് ആരതിയെ പോലെ ആയിരിക്കണം നീ എന്നൊന്നുമില്ലല്ലോ. ചിലർക്ക് അധികം വയറുണ്ടാവില്ല, ചിലർക്ക് നല്ലോണം ഉണ്ടാവും. എന്നാലും നീല പെണ്ണെ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ടാട്ടാ. അല്ലെങ്കിൽ ഇപ്പം നിനക്ക് എന്നെ വേണ്ടല്ലോ. ഞാൻ പാവം ഗർഭിണിയാണെന്ന് വിചാരം പോലും ഇല്ലാതെ ചീത്ത പറയും. പരാതി പറഞ്ഞ് ബർഗർ കഴിക്കുന്നവളെ കണ്ടവന് ചിരി വന്നു. കുഞ്ഞെ, രാത്രി കിടക്കാൻ നേരം അപ്പുവിൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് നീലം വിളിച്ചു. പറ നീല. നമുക്ക് നാളെ അമ്പലത്തിൽ പോവാം. അതിനെന്താ, നമുക്ക് പോവാലോ. അപ്പം നാളെ നേരത്തെ എണീക്കണം. അത് വേണം കണ്ണാ. അവൾ മനസ്സോടെ മൂളി. പിറ്റേന്ന് രാവിലെ നേരത്തെ അവർ അമ്പലത്തിലേക്ക് ഇറങ്ങി. നീലൻ അപ്പുവിൻ്റെ കയ്യിൽ പിടിച്ച് വളരെ ശ്രദ്ധയോടെ അവളെ നടത്തിച്ചു. നീ ഇവിടെ നിൽക്ക്, ഞാൻ വഴിപാട് നടത്താനുള്ള രസീത് എടുത്തിട്ട് വരാം. അപ്പുവിനെ തിരക്കൊഴിഞ്ഞൊരു ഭാഗത്ത് നിർത്തി നീലൻ പോയി. അവൻ പായസത്തിനും പുഷ്പാഞ്ജലിക്കുമുള്ള രസീത് എടുത്തു വരുമ്പോഴേക്ക് അപ്പുവിനെ നിന്ന് വയ്യാതെയായിരുന്നു. നല്ല തിരക്കായിരുന്നു. വാ തൊഴാം. അവളുടെ കൈ പിടിച്ച് അവൻ അകത്തേക്ക് നടന്നു. വിഗ്രഹത്തിന് മുമ്പിൽ ഇരുവരും കണ്ണുകൾ അടച്ചു നിന്നു. ഭഗവാനെ, ഈശ്വര, ആദ്യമേ പോലെ എനിക്ക് നന്നായി വയറു വരണേ. ഛർദിയും തലകറക്കും ക്ഷീണവും ഒക്കെ വരണേ. പച്ചമാങ്ങയും പുളിയും തിന്നാൻ തോന്നണേ. നീലനെ അധികം ബുദ്ധിമുട്ടിക്കാതെ വിഷമിപ്പിക്കാതെ ആരോഗ്യമുള്ളൊരു ഭാവിയെ തരണേ. അവൾ പ്രാർത്ഥിക്കുന്നത് കണ്ട് നീലനും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. എനക്കറിയാലോ ഈശ്വര, ഈ പെണ്ണിലാണ് എൻ്റെ ജീവനും ലോകവും എന്ന്. അവൾ അധികം വേദനിപ്പിക്കാതെ ഒരു കുഞ്ഞിനെ തന്നേക്കണേ. ഒപ്പം എന്തുകൊണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് അവൾ കാണാതിരിക്കാൻ വേഗം അവൻ മുഖം തിരിച്ചു. എനിക്ക് വയ്യ എൻ്റെ നീല, എന്ത് തിരക്കാ. വരി നിന്ന് എൻ്റെ കാലിൻ്റെ പണി കഴിഞ്ഞു. അമ്പലത്തിൽ നിന്ന് വന്നതും ഡ്രസ്സ് പോലും മാറ്റാതെ അപ്പു ബെഡിലേക്ക് കിടന്നു. സമയം ഇത്രയായില്ലേ, എണീക്ക്, എന്നിട്ട് വല്ലതും കഴിച്ചിട്ട് കിടന്നോ. ഇപ്പം വേണ്ടതില്ല, ഞാൻ ഇത്തിരി നേരം കിടക്കട്ടെ. അത് പറഞ്ഞ് അവൾ കണ്ണടച്ചു. അവളുടെ അരികിലായി നീലനും കിടന്നു. ശേഷം പതിയെ അവളുടെ ടോപ്പ് പൊക്കി വയറിലൂടെ വിരലോടിച്ചു. കണ്ണടച്ച് കിടക്കുന്ന അപ്പുവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞതും അവൻ വീണ്ടും അതേപോലെ ചെയ്ത് അവളുടെ വയറിലായി ഉമ്മ വെച്ചു. നീല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വല്ല നഷ്ടപിടിച്ച ചോദ്യമാണെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ഇല്ല നീല, എൻ്റെ ഒരു സംശയാ. പറ. ആദ്യമ പറഞ്ഞത് ഡെലിവറി സമയത്ത് നല്ല വേദന എടുക്കുന്നു, സിസേറിയനാണ് നല്ലതെന്ന്. അതിന് അപ്പം നമുക്ക് ഓപ്പറേഷൻ ആക്കിയാലാ? അവൾ പറയുന്നത് കേട്ട് നീലം കാര്യമായ ആലോചനയിലാണ്. എനിക്കിതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിവില്ല കുഞ്ഞ്. എന്തായാലും നമുക്ക് അടുത്ത സ്കാനിങ്ങിന് പോകുമ്പോൾ ഡോക്ടറോട് ചോദിക്കാം, അവൻ ആലോചനയോടെ പറഞ്ഞു. ദിവസങ്ങൾ വീണ്ടും വേഗത്തിൽ കടന്നുപോയി. ഇന്ന് അപ്പുവിന് സ്കാനിങ് ഉണ്ട്. അതിനായി ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് അവർ. സ്കാനിങ് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുന്നവരെ നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു പിടപ്പിലാണ്. അപ്പുവിനെ സ്കാനിങ് റൂമിലേക്ക് കയറ്റിയിട്ട് കുറച്ചു നേരമായി. ഇത്ര നേരമായിട്ടും കാണാത്തതിനാൽ നീലൻ്റെ പരിഭ്രമം ഒന്നുകൂടെ കൂടിയിരുന്നു. കാർത്തികേയനെ ഡോക്ടർ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. നേഴ്സ് വന്ന് പറഞ്ഞതും നീലൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അവൻ വിറയ്ക്കുന്ന കാലടികളോടെ മുന്നോട്ട് നടന്നു. അടുത്ത പാർട്ടായിട്ട് വേഗം വരാട്ടോ. ബൈ.